2025 ജനുവരി മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഓഫർ സെയിലുകളിലൊക്കെ തന്നെ വളരെ ലാഭത്തിന് ഏത് കാറ്റഗറി ആയിരിക്കും വരുന്നത്, എല്ലാം തന്നെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതാണ്. എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ആണെങ്കിൽ ഇതുപോലുള്ള ഓഫർ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ എപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും വളരെ ലാഭത്തിന് മേടിക്കാൻ സാധിക്കും. കാരണം പൊതുവെ കുറേ കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഞാൻ മേടിച്ചത് ഓഫറിന് മുന്നേ ആയിരുന്നു, കാരണം ഇങ്ങനെ ഒരു ഓഫർ വരുന്നു എന്ന് അറിഞ്ഞില്ല. ഇനി അതല്ല, കുറേ കൂട്ടർ അയ്യോ ഇങ്ങനൊരു ഓഫർ കഴിഞ്ഞതിന് ശേഷമാണ് മേടിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞതേ അടുത്ത ദിവസമാണ്, ഒരു ഓഫർ കഴിഞ്ഞ് അടുത്ത ദിവസമാണ് ഞാൻ സാധനം മേടിച്ചത്, ഇങ്ങനൊരു ഓഫർ ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്കാണ് ആക്ച്വലി മെയിനായിട്ട് ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നത്. കൂടാതെ ഓഫർ സമയങ്ങളിലും പല പല കാറ്റഗറിയിലുള്ള ഒരു വീഡിയോകളും ചെയ്യാറുണ്ട്. എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. സോ ഉറപ്പായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് എന്ന ഗ്യാഡ്ജറ്റ്സുകൾ, അതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ്, വാച്ച് സ്ട്രാപ്പ്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ ഇൻസ്റ്റയിലുള്ള നമുക്കൊരു സ്റ്റോർ ഉണ്ട്, ദീപ് സ്റ്റോർ എന്ന് പറയും, അവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അവിടെ എല്ലാ ദിവസവും ഓഫറാണ്, അല്ലാണ്ട് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം അങ്ങനെയൊന്നും അല്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് അവിടെ വളരെ ലാഭത്തിന് തന്നെയായിരിക്കും സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അപ്പോൾ ഈ മാസം നമ്മുടെ ഫ്ലിപ്കാർട്ടിലേക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് ബിഗ് ബജറ്റ് ഡേയ്സ് ഓൾറെഡി റണ്ണിങ് ആണ്. ജനുവരി 1 മുതൽ തുടങ്ങി 5 വരെ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 3 ഇനി 2 ദിവസം മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഈ ബിഗ് ബജറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ മാസവും ഉണ്ട്. അതായത് ഈ ഗ്രോസറി ഐറ്റംസിനാണ് ഏറ്റവും കൂടുതൽ ലാഭത്തിന് നമ്മുടെ ബിഗ് ബജറ്റ് ഡേയ്സിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുമ്പോഴത്തേക്ക് എൻഡ് ഓഫ് സീസൺ സെയിൽ ആയിരിക്കും. 7th മുതൽ 12th വരെ ആയിരിക്കും ഈ ഒരു ഓഫർ സെയിൽ നടക്കാൻ പോകുന്നത്. ഫാഷൻ, ബ്യൂട്ടി അങ്ങനെയുള്ള ഐറ്റംസിനാണ് ഏറ്റവും ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് ഡ്രസ്സൊക്കെ, നിങ്ങൾ ബ്രാൻഡഡ് ഡ്രസ്സൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിൽ വരെ വെയിറ്റ് ചെയ്താൽ നല്ലൊരു തീരുമാനം, അല്ലെങ്കിൽ ആ നല്ലൊരു ഡിസിഷൻ ആയിരിക്കും. പിന്നെ മറ്റൊരു ഓഫർ സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളും വളരെ ലാഭത്തിന് മേടിക്കാൻ പറ്റുന്നതാണ് റിപ്പബ്ലിക് ഡേ സെയിൽ. 13ാം തീയതി മുതൽ 19ാം തീയതി വരെ ആയിരിക്കാം ഈ ഒരു ഓഫർ സെയിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും അവിടെ നമുക്ക് എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളും സാധനങ്ങൾ വളരെ ലാഭത്തിന് മേടിക്കാൻ സാധിക്കും. അത് തന്നെയാണ് ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിൻ്റെ ആ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും ഇയർബഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിൽ നമുക്ക് നല്ല ലാഭത്തിന് മേടിക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ഈ ഒരു അവസാനത്തെ ആഴ്ച വീണ്ടും ഈ ഒരു ബിഗ് ബജറ്റ് ഡേയ്സ് ഫ്ലിപ്കാർട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് ഉറപ്പൊന്നുമില്ല. പിന്നെ ഈ 19th വരെയല്ലേ ഉള്ളൂ നമ്മുടെ റിപ്പബ്ലിക് ഡേ. അതുകൊണ്ടാണ് ചിലപ്പോൾ ബിഗ് ബജറ്റ് ഡേയ്സ് വീണ്ടും ഒരെണ്ണം കൂടി വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. ചിലപ്പോൾ വരാം, ചിലപ്പോൾ വരാതിരിക്കാം എന്ന് വെച്ചിട്ട് എന്നെ തെറി വിളിക്കരുത് കേട്ടോ. ഇനി ആമസോണിലേക്ക് വേണമെങ്കിൽ സൂപ്പർ വാല്യൂ ഡേയ്സ്, ബിഗ് ബജറ്റ് ഡേയ്സ് ഫ്ലിപ്കാർട്ടിലുള്ള അതേ സാധനമാണ് സൂപ്പർ വാല്യൂ ഡേയ്സ്. 1 മുതൽ 7th വരെയാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 5ാം തീയതി വരെ ആയിരുന്നെങ്കിൽ അവിടെ 7 ദിവസം, ഒരാഴ്ച അവർ ആ ഒരു ഓഫർ സെയിൽ തരുന്നുണ്ട്. സോ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഓഫർ വിട്ടുപോയി എന്ന് വെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആമസോണിൽ പോയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മേടിച്ചാൽ മതി. പിന്നെ മറ്റൊരു ഓഫർ സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫാബ് ഫോൺ ഫെസ്റ്റ് ആണ്. അതായത് സ്മാർട്ട് ഫോൺസിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഓഫർ സെയിലായിരിക്കും. ഫോണുകളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ നിന്ന് മേടിച്ചാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഐക്യു ഒക്കെ നമുക്ക് ആമസോണിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മേടിച്ചാൽ വളരെ ലാഭത്തിന് മേടിക്കാൻ പറ്റും. 11th മുതൽ 13th വരെ ആയിരിക്കും. ജസ്റ്റ് ഒരു 2 ദിവസത്തേക്ക് മാത്രമായിരിക്കാം ഈ ഒരു ഓഫർ സെയിൽ നടക്കുക. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ഓഫർ സെയിലിൽ മേടിക്കാൻ നോക്കുക. ഇനി അത് ഇല്ലാന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. നമ്മുടെ ആ ഒരു റിപ്പബ്ലിക് ഡേ സെയിൽ, ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിൽ എന്നാണ് ആമസോണിൽ വരുന്നത്. അത് 13th മുതൽ 19th വരെ തന്നെയാണ് ഇവിടെയും നമ്മുടെ ആമസോണിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറയുന്ന ഡേറ്റുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. കൂടാതെ മറ്റേ കഴിഞ്ഞ വർഷത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഗസ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ഇവിടെയും നമ്മുടെ ആ ഒരു ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ സെയിലും എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകളും വളരെ ലാഭത്തിന് മേടിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ആമസോണിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ICICI കാർഡ്, അതുപോലെ തന്നെ SBI ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതിനൊക്കെ തന്നെ എക്സ്ട്രാ ഒരു 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഫ്ലിപ്കാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആക്സിസ്, അതുപോലെ തന്നെ HDFC ഒക്കെ ആയിരിക്കാം മേ ബി ഇവിടെ ആ ഒരു കാർഡ് ഓഫറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്രയും ഓഫർ സെയിലുകളായിരിക്കും നോർമലി നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കാണാനായിട്ട് ഇടയായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആ ഒരു ജനുവരി മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലിനെ കുറിച്ചൊരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഓഫേഴ്സ് വരുമ്പോഴത്തേക്കും ഇതുപോലെ അപ്ഡേറ്റുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ ആ ഒരു ഇയർബഡ്സ്, അതുപോലെ തന്നെ നെക്ക് ബാൻഡ്, സ്മാർട്ട് വാച്ച്, ഇതൊക്കെ തന്നെ ഓഫർ വീഡിയോകളൊക്കെ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാറ്റഗറി ഏതാണോ അത് വീഡിയോയുടെ കമൻ്റ് ആയിട്ടുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതും അങ്ങോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റ് ആയിട്ട് ഇടുക. കാരണം നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും കമൻ്റാണ് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു പ്രചോദനം. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.